Hello, in the statistics fourth chapter, that is presentation of data. Our chapter ഒരു 15 മിനിറ്റ് കൊണ്ട് പഠിക്കാൻ പോവാണ്. അത് കംപ്ലീറ്റ് ഡയഗ്രാംസും കാര്യങ്ങളും ആണ്. പക്ഷെ നമുക്ക് നോക്കാം, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമുക്ക് നോക്കാം എന്താണെന്ന്. വേഗം പോവാം. ആദ്യം മെത്തേഡ്സ് ഓഫ് പ്രസന്റേഷൻ ഓഫ് ഡാറ്റയാണ്. അതായത് നമ്മൾ ഈ ഡാറ്റ ഏതൊക്കെ രീതിയിൽ പ്രസന്റ് ചെയ്യാം, അതിന് 3 രീതിയുണ്ട്. ഒന്ന് ടെക്സ്റ്റൽ പ്രസന്റേഷൻ, ഓക്കെ, രണ്ടാമത്തത് ടാബുലർ പ്രസന്റേഷൻ, മൂന്നാമത്തത് ഡയഗ്രമാറ്റിക് പ്രസന്റേഷൻ. ചിലപ്പോൾ ഇത് 3 മാർക്കിൽ ചോദിക്കും. വാട്ട് ആർ ദ വേരിയസ് മെത്തേഡ്സ് ഓഫ് പ്രസന്റേഷൻ ഓഫ് ഡാറ്റ? അപ്പോൾ ടെക്സ്റ്റൽ, ടാബുലർ ആൻഡ് ഡയഗ്രമാറ്റിക് പ്രസന്റേഷൻ. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും വാട്ട് ആർ ദിസ് ടെക്സ്റ്റൽ പ്രസന്റേഷൻ എന്ന് പറയുമ്പോൾ ഡാറ്റാസ് ആർ റിട്ടൺ ആൻഡ് റീഡ്, അങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. അതായത് നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റാസ് നമ്മൾ എഴുതി അത് വായിക്കുക, എഴുതുക വേർഡ്സിൽ, എന്നിട്ട് അത് വായിക്കുക. ദാറ്റ് ഇസ് നോൺ ആസ് ടെക്സ്റ്റൽ പ്രസന്റേഷൻ. ഇനി ചോദിക്കുന്നത് ടാബുലർ പ്രസന്റേഷൻ ആണ്. ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ് ടാബുലർ പ്രസന്റേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡാറ്റാസ് ആർ പ്രസന്റഡ് ഇൻ റോസ് ആൻഡ് കോളംസ്, ഇതാണ് എഴുതേണ്ടത്. അതായത് നമ്മുടെ ഇൻഫർമേഷനെ നമ്മൾ ടേബിൾ വഴി പ്രസന്റ് ചെയ്യുക. റോ, വരിയും നിരയും പട്ടികയൊക്കെ അങ്ങനെ എഴുതി വരിക്കുന്നതാണ് നമ്മുടെ ടാബുലർ പ്രസന്റേഷൻ. ഇനി ഇവിടെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ക്ലാസിഫിക്കേഷൻ ഓഫ് ടേബിൾസ്. ഇത് 4 രീതിയിലുണ്ട്. ദർ ആർ 4 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. ഒന്ന് ക്വാളിറ്റേറ്റീവ്, മറ്റത് ക്വാണ്ടിറ്റേറ്റീവ്, ദെൻ ടെമ്പറൽ ഓർ ക്രോണോളജിക്കൽ, അല്ലെങ്കിൽ ഇതിന് നമ്മൾ വേറൊരു പേര് വിളിക്കും ടൈം ക്ലാസിഫിക്കേഷൻ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് സ്പാഷ്യൽ ഓർ ജിയോഗ്രാഫിക്കൽ ക്ലാസിഫിക്കേഷൻ. ഈ സെയിം സാധനം നിങ്ങൾ 3rd ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ എന്ന്, ആ സെയിം സംഭവം തന്നെയാണ് ഇത്. ഓക്കെ, അപ്പൊ ഈ 2 ക്വസ്റ്റ്യനും ഇതിലെ ഇമ്പോർട്ടന്റ് ആണ്. ടാബുലർ പ്രസന്റേഷൻ ഇതുക്കും മേലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഈ ടാബുലർ പ്രസന്റേഷനിൽ. അതാണ് വാട്ട് ആർ ദ വേരിയസ് പാർട്സ് ഓഫ് എ ടേബിൾ. അത് നോക്കിയേ, വാട്ട് ആർ ദ വേരിയസ് പാർട്സ് ഓഫ് എ ടേബിൾ, ലിസ്റ്റ് വേരിയസ് പാർട്സ് ഓഫ് എ ടേബിൾ, അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക ചിലപ്പോൾ. അല്ലെങ്കിൽ വാട്ട് ആർ ദ വേരിയസ് പാർട്സ് ഓഫ് എ ടേബിൾ എന്നായിരിക്കും. അപ്പൊ ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് ടേബിൾ നമ്പർ, ഏതൊരു ടേബിളിന് നമ്പർ വേണം. രണ്ടാമത്തത് ടൈറ്റിൽ ഓഫ് ദ ടേബിൾ ആണ്. അതായത് ടേബിൾ ഇപ്പൊ നമ്മൾ എന്താണോ നമ്മൾ ഇതിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് അതിനൊരു തലക്കെട്ട് ഉണ്ടാവും, അതാണ് ടൈറ്റിൽ ഓഫ് ദ ടേബിൾ. മൂന്നാമത്തതാണ് യൂണിറ്റ് ഓഫ് മെഷർമെന്റ്. അതായത് ഇതിൽ എഴുതിയിരിക്കുന്ന വാല്യൂസ് 1000-ലാണോ അതോ ലാക്സിലാണോ ക്രോറിലാണോ എന്ന് നമ്മൾ മെൻഷൻ ചെയ്യണം, അതാണ് യൂണിറ്റ് ഓഫ് മെഷർമെന്റ്. അടുത്തതാണ് റോ ഹെഡിങ്. അതായത് ഇങ്ങനെ എഴുതുന്നതാണ് റോ ഹെഡിങ്. അതിനെ വിളിക്കുന്ന വേറെ പേരാണ് മക്കളെ സ്റ്റബ്. അപ്പൊ അവിടെ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ചാൻസ് ഉണ്ട്. റോ ഹെഡിങ് ഓൾസോ നോൺ ആസ് ഡാഷ്, ദാറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സ്റ്റബ്. പിന്നെയുള്ളത് കോളം ഹെഡിങ് ആണ്. അതായത് ഇങ്ങനെ എഴുതുന്നത്, ഇങ്ങനെ തലക്കെട്ട്. ആ കോളം ഹെഡിങ് എന്ന് പറയുന്നതിന് വേറൊരു പേരാണ് മക്കളെ എന്ത്, ക്യാപ്ഷൻ. ഓക്കെ, ഇനിയാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദ ടേബിൾ, ദാറ്റ് ഇസ് ബോഡി ഓഫ് ദ ടേബിൾ. അതായത് നമ്മളിപ്പോൾ എഴുതിയ നമ്മൾ കണ്ടുപിടിച്ച ഇൻഫർമേഷൻസ് ഇല്ലേ, അത് പ്രസന്റ് ചെയ്യുന്ന ഭാഗം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻ ദ ബോഡി ഓഫ് ദ ടേബിൾ. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദ ടേബിൾ. നമ്മൾ കഷ്ടപ്പെട്ട് മെനക്കെട്ട് പല സോഴ്സ് ഉപയോഗിച്ച് കിട്ടിയ ഡാറ്റ പ്രസന്റ് ചെയ്യുന്ന ഭാഗം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ബോഡി ഓഫ് ദ ടേബിൾ. പിന്നെ ഉള്ളത് സോഴ്സ് നോട്ട് ആണ്. അതായത് ഈ വിവരങ്ങൾ നമ്മൾക്ക് എവിടെ നിന്ന് കിട്ടി, അതാണ് സോഴ്സ് നോട്ട്. ലാസ്റ്റ് വൺ ആണ് ഫുട് നോട്ട്. ഫുട് നോട്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില ഫിഗേഴ്സ് ഒക്കെ നമ്മൾ റൗണ്ട് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ 39.3 എന്നൊക്കെ ഉള്ളത് നമ്മൾ ചിലപ്പോൾ 39 ആക്കിയിട്ടുണ്ടാവും. ചിലപ്പം 36.9 എന്നുള്ളത് നമ്മൾ 37 ആക്കിയിട്ടുണ്ടാവും. റൗണ്ട് ചെയ്യുക ഫിഗേഴ്സ്, അതൊക്കെയാണ് നമ്മൾ ഈ ഫുട് നോട്ടിൽ മെൻഷൻ ചെയ്യാറ്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, പാർട്സ് ഓഫ് എ ടേബിൾ. നൗ കംസ് ദ നെക്സ്റ്റ് വൺ, ഡയഗ്രമാറ്റിക് പ്രസന്റേഷൻ ഓഫ് ഡാറ്റ. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചോദിക്കുക വെച്ചാൽ ഒരു ഫ്ലോ ചാർട്ട് ആയിരിക്കും ചോദിക്കുക. ഡയഗ്രമാറ്റിക് പ്രസന്റേഷൻ ഓഫ് ഫ്ലോ ചാർട്ട് തന്നിട്ട് ഇത് ഇങ്ങനെ ജോമെട്രിക്, ഇത് 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് ജോമെട്രിക് ഡയഗ്രാം, ഫ്രീക്വൻസി ഡയഗ്രാം, അരിത്മെറ്റിക് ലൈൻ ഗ്രാഫ്. എന്നിട്ട് ജോമെട്രിക് ഡയഗ്രാം തന്നെ 2 എണ്ണം ഉണ്ട്, ബാർ ഡയഗ്രവും പൈ ഡയഗ്രവും. മക്കളെ ഈ ബാർ ഡയഗ്രാം എഗെയിൻ 3 ഉണ്ട്. ഏതൊക്കെയാണെന്നറിയോ? സിമ്പിൾ ബാർ ഡയഗ്രാം, then comes multiple bar diagram, then comes component bar diagram. ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനത്തെ ഒരു ക്ലാസിഫിക്കേഷനും കൂടെ അതിനകത്തുണ്ട്. പിന്നെ പൈ ഡയഗ്രാം, അതിന് ക്ലാസിഫിക്കേഷൻ ഒന്നുമില്ല. ഫ്രീക്വൻസി ഡയഗ്രത്തിൽ ഹിസ്റ്റോഗ്രാം ഉണ്ട്, ഫ്രീക്വൻസി പോളിഗൺ ഉണ്ട്, ഫ്രീക്വൻസി കർവ് ഉണ്ട്, ഒജീവ്സ് ഉണ്ട്. ഇത് രണ്ടും അങ്ങനെ ചോദിക്കാറില്ല, പക്ഷെ ഹിസ്റ്റോഗ്രാമും ഒജീവ്സും പൈ ഡയഗ്രാമും ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ഷുവർ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി അത് ഈ ഒരു സംഭവത്തിൽ നിന്ന് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് അത് മാത്രം വരച്ച് പഠിക്കാൻ പോവാണ്. ആദ്യം ഡ്രോ സിമ്പിൾ ബാർ ഡയഗ്രാം. മക്കളെ ഒരൊറ്റ വേരിയബിൾ മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്ക് വരയ്ക്കാൻ പറ്റിയ ഒരു ഡയഗ്രാം എന്ന് പറയുന്നത് സിമ്പിൾ ബാർ ഡയഗ്രാമേ ഉള്ളൂ. അപ്പൊ ഇവിടെ മാർക്ക് ചെയ്യുക, ഇയർ മാർക്ക് ചെയ്യുക, ഇവിടെ നമ്മൾ എക്സ്പോർട്ട് മാർക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ
3 ഇയർ ആണ് കൊടുത്തത്. 1983 ഉണ്ട്, 1984 ഉണ്ട്, ദെൻ കംസ് 1985. അങ്ങനെ നമ്മുടെ 3 ഇയേഴ്സ് നമ്മൾ എക്സ് ആക്സിസിൽ മാർക്ക് ചെയ്യുക. ഓക്കെ, 1985 ഇങ്ങനെ മാർക്ക് ചെയ്തു. ഇനി വൈ ആക്സിസിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ടത് എക്സ്പോർട്ടാ. ഇതിൽ മാക്സിമം വാല്യൂ 18 ആ. അപ്പൊ ഞാൻ 4, 8, 12, 16 ഓക്കെ, ഇങ്ങനെ നമുക്കത് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം കേട്ടോ. ഇനി 1983 13 ആ. അപ്പൊ ഞാൻ 1983 13 ഏതാണ്ട് 13 കേട്ടോ. 1984 എത്രയാ 15. അപ്പൊ ഞാൻ ഇനി ഇങ്ങോട്ട് കയറ്റി 15 യെസ് 15. ഇനി 1985 എത്രയുണ്ട് 18 എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെയാണ് മാർക്ക് ചെയ്യുക. അപ്പൊ 18 എന്ന് പറയുമ്പോൾ ഞാൻ കേറ്റണം കണ്ടോ. ഇതാണ് സിമ്പിൾ ബാർ ഡയഗ്രാം. ഓക്കെ, ഇത് എന്നിട്ട് ഷെയ്ഡ് ചെയ്യുക. ഇത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് 2 മാർക്കിന് ചോദിക്കാറുണ്ട്. ചിലപ്പം സിമ്പിൾ എന്ന് തരലുണ്ടാവില്ല, ഡ്രോ സ്യൂട്ടബിൾ ബാർ ഡയഗ്രാം എന്നായിരിക്കും. അപ്പൊ നിങ്ങൾ നോക്കുക, ഒരൊറ്റ വേരിയബിളോ ഉള്ളൂ എങ്കിൽ നമുക്കത് സിമ്പിളേ ഉള്ളൂ, 2 എണ്ണം ആണെങ്കിൽ മൾട്ടിപ്പിളിലേക്ക് പോയിക്കൊള്ളുക. ഓക്കെ, നൗ കംസ് ദ നെക്സ്റ്റ് വേർഡ് പൈ ഡയഗ്രാം ആണ്. ഇത് ചിലപ്പോൾ 3 or 4 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഡ്രോ പൈ ഡയഗ്രാം. പൈ ഡയഗ്രാം വേറൊരു പേരാണ് മക്കളെ എന്ത്, സർക്കിൾ ഡയഗ്രാം. കാരണം ഇതൊരു സർക്കിൾ ആണ്. ആ സർക്കിളിനെ നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യാണ്, പല ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്ത് വെക്കുന്നു. അത് തന്നെയാണ് ഡിവൈഡ് ദ കോമ്പോണൻസ് ഇൻ ടു എ സർക്കിൾ. അത്രയേ ഉള്ളൂ, ഈ സർക്കിളിനെ ഡിവൈഡ് ചെയ്യുന്നു. പക്ഷേ ഇതില് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, മെത്തേഡ്സ് ഓഫ് ഡ്രോയിങ് ഓർ സ്റ്റെപ്സ് ഫോർ ഡ്രോയിങ് പൈ ഡയഗ്രാം. അതായത് പൈ ഡയഗ്രാം വരയ്ക്കാനുള്ള സ്റ്റെപ്പ് എന്താണ്? ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വി മസ്റ്റ് കൺസിഡർ ആംഗിളിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓരോ വാല്യൂനെയും നമ്മൾ എന്ത് ചെയ്യണം, ആംഗിളിലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സർക്കിൾ വരയ്ക്കണം. കണ്ടോ, ഡ്രോ എ സർക്കിൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് കോമ്പസ്. നമ്മളൊരു കോമ്പസ് വെച്ചുകൊണ്ട് നമ്മൾ നല്ലപോലെ ഒരു സർക്കിൾ വരയ്ക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കണം, യൂസ് ദ പ്രൊട്രാക്ടർ ആൻഡ് മെഷർ ദ ആംഗിൾ. നമ്മൾ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് നമ്മുടെ ഈ ഓരോ ആംഗിളും നമ്മൾ എന്ത് ചെയ്യുന്നു, മെഷർ ചെയ്തെടുക്കുന്നു. കഴിഞ്ഞു, ഇത്രയാണ് സ്റ്റെപ്സ്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ആംഗിളിലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, സർക്കിൾ വരയ്ക്കണം. സർക്കിൾ വരച്ചിട്ട് എന്തുപയോഗിച്ച് ആംഗിൾ മെഷർ ചെയ്യണം, പ്രൊട്രാക്ടർ ഉപയോഗിച്ച് ആംഗിൾ മെഷർ ചെയ്യണം. അപ്പോൾ ഉറപ്പിച്ചോ, ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമുക്ക് പ്രൊട്രാക്ടർ ഇല്ലാതെ കാര്യം നടക്കൂല. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. കണ്ടോ, ഡ്രോ പൈ ഡയഗ്രാം. ആദ്യത്തെ കോളത്തിൽ ഐറ്റം തന്നിട്ടുണ്ട്, രണ്ടാമത്തെ കോളത്തിൽ ലൈഫ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്, മൂന്നാമത്തെ കോളത്തിൽ ആംഗിൾ തരില്ല കേട്ടോ. നിങ്ങൾക്ക് ഇതും ഐറ്റവും ലൈഫ് സ്റ്റോക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിന്റെ ടോട്ടൽ അങ്ങോട്ട് ആഡ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഇതിന്റെ ടോട്ടൽ ഇവിടെ 107 ആണ് ടോട്ടൽ. ഇനി ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ ഐറ്റം ഡിവൈഡഡ് ബൈ ടോട്ടൽ. ഐറ്റം 42 അല്ലേ, ആ 42 ഡിവൈഡഡ് ബൈ 107 into 360. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് നമ്മൾ ആംഗിളിലേക്ക് 360 ആണ്. ഇൻറ്റു 360 ഇൻറ്റു 100 ഒന്നും അല്ല, ഇൻറ്റു 360. നോക്ക്, നിങ്ങൾ ചിലപ്പം പഠിച്ചിട്ടുണ്ടാവുക 3.6 എന്നൊക്കെ ആയിരിക്കും അല്ലേ. അതായത് ഈച്ച് വാല്യൂ ഇൻറ്റു 3.6 എന്നായിരിക്കും. പക്ഷേ അത് 3.6 എന്ന് തരാൻ കാരണം അത് പെർസെൻറ്റേജിൽ തന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങൾ ചെയ്ത് പഠിക്കുമ്പോൾ ഇങ്ങനെ തന്നെ പഠിച്ചോളാം. നമ്മുടെ ടോട്ടൽ എന്ത് തന്നെ ആയിക്കോട്ടെ, 100 ആയിക്കോട്ടെ, 100 കയറി 1000 ആയിക്കോട്ടെ, 2000 ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഈ ഒരു സ്റ്റെപ്പ് എല്ലാത്തിനും ബാധക. അപ്പൊ ഈ ഒരൊറ്റ സാധനം അങ്ങോട്ടേക്ക് പഠിച്ചു കൊണ്ടുപോയാൽ മതി. അപ്പൊ ഈച്ച് ഐറ്റം 42 ഡിവൈഡ് ബൈ 107 into 360 നമുക്ക് കിട്ടിയത് 141.3. കാൽക്കുലേറ്റർ വേണം, അല്ലാതെ നടക്കൂല, നമ്മളെ ചുറ്റിപ്പിക്കും കേട്ടോ. 23 ഡിവൈഡഡ് ബൈ 107 into 360 77.3. അടുത്തത് 32 ഡിവൈഡഡ് ബൈ 107 into 360 107.6. അടുത്തത് 10 ഡിവൈഡഡ് ബൈ 107 into 360 33.6. കണ്ടോ, ഇത് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ്, തിരക്കിട്ട് ഡയഗ്രാം വരയ്ക്കാനൊക്കെ പോകുന്നതിന് മുന്നേ മക്കളെ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ വാല്യൂസ് എല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കുക. ഇത് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറൗണ്ട് 360 കിട്ടിയിരിക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാക്ട്ലി 360 ആയിരിക്കും, അല്ലെങ്കിൽ 360 വേണമെന്നില്ല. ചിലപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയത് എത്രയാണ്, 359.8. ചിലപ്പോൾ നിങ്ങൾക്ക് 359.9, 359.7 എന്നൊക്കെ കിട്ടുമായിരിക്കും. ഡസന്റ് മാറ്റർ, ഇറ്റ് ഈസ് അറൗണ്ട് 360 ആണ്. നമ്മുടെ ഫുട് നോട്ട് മാതിരി. ഓക്കെ, അത് 360 ആ. ഇനി നമ്മൾ ചെയ്യേണ്ട എന്താ അറിയോ, യു ഡ്രോ എ സർക്കിൾ. ഞാനിപ്പോൾ ഒരു സർക്കിൾ കൈകൊണ്ട് ഇങ്ങോട്ട് വരച്ചു കേട്ടോ. അയ്യോ, അതായത് നമ്മളൊരു സർക്കിൾ ഇങ്ങോട്ടേക്ക് വരയ്ക്കുക. ഓക്കെ, ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരച്ചിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു റേഡിയസ് മാർക്ക് ചെയ്യുക. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് റേഡിയസ് മാർക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നമ്മുടെ ടൂൾ ബോക്സ് എടുക്കുക. ഏതാണ് ടൂൾ, നമ്മുടെ പ്രൊട്രാക്ടർ എടുത്തു. പ്രൊട്രാക്ടർ എടുത്തു. എന്നിട്ട് ഞാൻ ഈ പ്രൊട്രാക്ടർ ഇവിടെ ഈ റേഡിയസിൽ വെച്ചു. ഞാൻ ആദ്യം മെഷർ ചെയ്യാൻ പോകുന്നത് 141.3. ഇതാണ് മെഷർ ചെയ്യാൻ പോകുന്നത് 141. അപ്പൊ ഞാൻ ഇങ്ങനെ 10, 20, 30, 40, 141 ഇവിടെ കിടക്കുന്നു കണ്ടോ. അപ്പൊ ഇതാണ് 141. ക്ലിയർ, ഇതാണ് എൻ്റെ 141.3. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യണം, ഈ പ്രൊട്രാക്ടർ ഏത് റേഡിയസിലാ, ഈ റേഡിയസിലാ കൊണ്ടുവെക്കേണ്ടത് കേട്ടോ.
എവിടെയെങ്കിലും ഒന്നും കൊണ്ടുവച്ച് മെഷർ ചെയ്യരുതേ. ഈ റേഡിയസിൽ ഇതാ ഇവിടെ കൊണ്ടുവച്ച് ഞാൻ മെഷർ ചെയ്യുന്നു. ഏതാണ്ട് എത്രയാ 77.3. അപ്പം 110 കയറി 77 ഏതാണ്ട് 70. ഓക്കെ, ഇതാണ് എൻ്റെ 77.3. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യണം? ഇതാണ് ഇപ്പം എൻ്റെ റേഡിയസ് അല്ലേ? അപ്പം ഞാൻ ഈ പ്രൊട്രാക്ടർ ഇവിടെ വെച്ചിട്ട് ഇവിടെ ഈ റേഡിയസ് ഓക്കെ ഇവിടെ വെച്ച് ഇങ്ങനെ മെഷർ ചെയ്തെടുക്കുക. ഓക്കെ, ഓക്കെ എത്ര മാർക്ക് ചെയ്യുന്നുണ്ട്? 107.6. അപ്പോൾ 0, 10, 20, 107 എവിടെ പോയി? യെസ്, 107 കിട്ടി. 107.6. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളത് 33.6 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? പൈ ഡയഗ്രം വരയ്ക്കുക. നിങ്ങൾക്ക് ഈ പൈ ഡയഗ്രം വേണമെങ്കിൽ മക്കളെ നല്ല മനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഇതിനൊരു ഷെയ്ഡ്, ഇതിനൊരു ഷെയ്ഡ്, ഇതിനൊരു ഷെയ്ഡ്, ഇതിനൊരു ഷെയ്ഡ്, അങ്ങനെ ഡിഫറെൻറ്റ് ഷെയ്ഡ് കൊടുത്ത് നിങ്ങൾക്ക് മനോഹരമായിട്ട് പൈ ഡയഗ്രം പ്രസന്റ് ചെയ്യാം. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ 2 or 3 മാർക്ക്, ചിലപ്പോൾ 3 ആയിരിക്കും, ചിലപ്പോൾ 4 ആയിരിക്കും. 2 മാർക്കിന് എന്തായാലും ചോദിക്കൂല, അതിൽ കൂടുതൽ മാർക്കിനാണ്. കാരണം ഇത് വർക്കിംഗ് ഉണ്ടല്ലോ, പിന്നെ ഇത് വരയ്ക്കോ, കുറച്ച് പണിയുണ്ട്. അപ്പൊ ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഇത് 3 or 4 മാർക്കിന് ചോദിക്കാൻ, ഉറപ്പായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഡയഗ്രമാണ് ഈ പൈ ഡയഗ്രാം. അടുത്തതാണ് ഹിസ്റ്റോഗ്രാം. അതും ചോദിക്കും. ഹിസ്റ്റോഗ്രാം വരയ്ക്കാൻ പറയാറുണ്ട്. ഇതൊരു 2 dimensional ഡയഗ്രമാണ് ഹിസ്റ്റോഗ്രാം. കാരണം ഇതിൽ നമ്മൾ ബ്രെഡ്ത്ത്, അതായത് ഓരോ ബാറിന്റെയും വിഡ്ത്തും ഹൈറ്റും ഒക്കെ കണക്കാക്കുന്നതുകൊണ്ട് ഇതൊരു 2 dimensional ഡയഗ്രമാണ്. നേരത്തെ നമ്മൾ ചെയ്ത ബാർ ഡയഗ്രാം എല്ലാം 1 dimensional ഡയഗ്രമാണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഹിസ്റ്റോഗ്രാം വരയ്ക്കുന്നത്. ഹിസ്റ്റോഗ്രാം വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വളരെ ആവേശഭരിതരായി പോയിട്ട് ഹിസ്റ്റോഗ്രാം വരയ്ക്കും. പക്ഷെ തെറ്റിപ്പോവും. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ആ ഡാറ്റ, അതായത് ഈ ക്ലാസ് ഒരു എക്സ്ക്ലൂസീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. എക്സ്ക്ലൂസീവ് അല്ലെങ്കിൽ പോയി ചാടി കയറി വരയ്ക്കരുത്. ചിലപ്പോൾ ഇൻക്ലൂസീവ് ആയിരിക്കും. അപ്പൊ ഇൻക്ലൂസീവിനെ നമ്മൾ എന്തായി കൺവേർട്ട് ചെയ്യുക? എക്സ്ക്ലൂസീവ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ചിലപ്പോൾ നമുക്ക് മിഡിൽ വാല്യൂ ആയിരിക്കും തരിക. ഇവന്മാർ എങ്ങനെ വേണമെങ്കിലും പറ്റിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. മിഡിൽ വാല്യൂ തരും. മിഡിൽ വാല്യൂ വെച്ചിട്ടൊന്നും ഹിസ്റ്റോഗ്രാം വരയ്ക്കാൻ കൂടാതെ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ മിഡിൽ വാല്യൂവിന്റെയും അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കണ്ടുപിടിക്കണം. അങ്ങനെ ഒരു എക്സ്ക്ലൂസീവ് ഡാറ്റ ഉണ്ടെങ്കിൽ മാത്രമേ മക്കളെ നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റുള്ളൂ? നമുക്ക് ഹിസ്റ്റോഗ്രാം വരയ്ക്കാൻ പറ്റുള്ളൂ. ഇവിടെ പ്രശ്നമില്ല, ഇത് എക്സ്ക്ലൂസീവ് ആണ്. അതായത് ഇവിടെ 0 to 5, 10, 15, 20, 25. കറക്റ്റ് 5, 5, 5 ആണ് നമ്മുടെ ക്ലാസ് ഇന്റർവെൽ. ഫ്രീക്വൻസി ഏറ്റവും മാക്സിമം പോകുന്ന എവിടെയാണ്? 15 ആണ്. അപ്പൊ ഞാൻ 2, 4, 6, 8, 10, 12, 14 കയറട്ടെ, 16. ഓക്കെ, അങ്ങനെ വരച്ചു. ഇനി ആദ്യത്തത് 0 to 5 ഞാൻ 6ലേക്ക് മാർക്ക് ചെയ്യുക. 0 to 5 ഞാൻ ഇതിലേക്ക് മാർക്ക് ചെയ്യുന്നു, 6ലേക്ക് മാർക്ക് ചെയ്യുന്നു. അടുത്തതോ 5 to 10 ഐ എം ഗോയിങ് ടു മാർക്ക് 10. അപ്പൊ ഞാൻ 10ലേക്ക് കയറ്റി പിടിക്കുന്നു. അയ്യോ, 10ലേക്ക് കയറ്റി പിടിക്കുന്നു. നിങ്ങൾക്ക് ഗ്രാഫ് പേപ്പർ ഒന്നും തരൂല, നിങ്ങളുടെ എക്സാമിനേഷൻ തരുന്ന ആ പേപ്പറിൽ തന്നെ വരച്ച് കുറിക്കണം കേട്ടോ. അവസാനം 10 to 15 എവിടെ പോകുന്നു? 15ലേക്ക് പോകുന്നു, ദേ കിടക്കുന്നു. 15 to 20 ഏതിലേക്ക് പോകുന്നു? 12ലേക്ക് പോകുന്നു, ദേ കിടക്കുന്നു. അടുത്ത ലാസ്റ്റ് വൺ അഗെയിൻ എങ്ങോട്ട് പോകുന്നു? 10ലേക്ക് പോകുന്നു. ഇതാണ് നമ്മുടെ എന്ത്? ഹിസ്റ്റോഗ്രാം. ഇതിങ്ങനെ പിസാഗോപുരമായി ചെരിഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെയൊന്നും വരയ്ക്കരുത്. നല്ല നീറ്റായിട്ട് സ്കെയിലും പെൻസിലൊക്കെ വെച്ച് വരച്ചോളണം കേട്ടോ. പെൻസിൽ തന്നെ വെച്ച് ഉപയോഗിച്ച് വരച്ചോളണം. പെന്നും സാധനമൊന്നും ഉപയോഗിച്ച് വരയ്ക്കരുത്. തെറ്റിപ്പോയാൽ മായ്ക്കണ്ടേ? അല്ലെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്യും, പേപ്പർ ഇങ്ങനെ തീർക്കും. അത് വേണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക? പെൻസിൽ വെച്ച് വരയ്ക്കുക. നൗ കംസ്, ചിലപ്പോൾ ഇതിനകത്ത് മോഡ് കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട് കേട്ടോ. മോഡ് ഹിസ്റ്റോഗ്രാം വരച്ചുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്ന ഒരു സംഭവമാണ് ഇത് മോഡ് എന്ന് പറയുന്ന സാധനം. അപ്പൊ നമ്മൾ ഹയസ്റ്റ് ബാർ എടുത്ത് ഇങ്ങനെയും വരച്ചു, ഇങ്ങനെയും വരച്ചു, നടുക്കിലേക്ക് വരച്ചു. ഇവിടെ കിട്ടുന്ന വാല്യൂ ആണ് മക്കളെ എന്ത്? മോഡ്. ഇത് ചിലപ്പോൾ 12 ആയിരിക്കാം, 13 ആയിരിക്കാം. അപ്രോക്സിമേറ്റ് വാല്യൂ. ഗ്രാഫ് ആണെങ്കിൽ കറക്റ്റ് വാല്യൂ നമുക്ക് കിട്ടും. പക്ഷെ ഇത് നമ്മൾ പേപ്പറിൽ വരയ്ക്കുന്നതുകൊണ്ട് അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. എന്തായാലും ഇത് 10ന്റെയും 15ന്റെയും നടുക്കാണ്, അത്ര അറിഞ്ഞാൽ മതി. ഓക്കെ, ഇത് മോഡ് ഇതായിരിക്കാം. അപ്പൊ ഹിസ്റ്റോഗ്രാം വെച്ചുകൊണ്ട് നമുക്ക് എന്തിന്റെ വാല്യൂ കണ്ടുപിടിക്കാം? വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് വാട്ട്? മോഡ്. ഓക്കെ, നൗ കംസ് ഹിസ്റ്റോഗ്രാമും ബാർ ഡയഗ്രവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇത് ചിലപ്പം പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഡിഫറൻസസ് ബിറ്റ്വീൻ ഹിസ്റ്റോഗ്രാം ആൻഡ് ബാർ ഡയഗ്രാം. ബാർ ഡയഗ്രാം ജോമെട്രിക് ഡയഗ്രാം ആണ്. പക്ഷേ നമ്മുടെ ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഡയഗ്രാം. ഇവിടെ നമുക്ക് ഡിസ്ക്രീറ്റിലും കണ്ടിന്യൂസിലും വരയ്ക്കാം സിമ്പിൾ ബാർ ഡയഗ്രാംസ്. പക്ഷേ നമുക്കൊരു ഹിസ്റ്റോഗ്രാം വരയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് തന്നെ വേണം? കണ്ടിന്യൂസ് ഡാറ്റ വേണം. അല്ലാതെ ഡിസ്ക്രീറ്റ് സീരീസിലൊന്നും പോയിട്ട് നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റില്ല? നമുക്ക് ഹിസ്റ്റോഗ്രാം വരയ്ക്കാൻ പറ്റില്ല. ഇവിടെ നമ്മൾ ഹൈറ്റ് മാത്രം എടുക്കുന്നത് ബാർ ഡയഗ്രത്തിൽ. പക്ഷെ ഇവിടെ നമ്മൾ ഏതൊക്കെ എടുക്കും? ഹൈറ്റും വിഡ്ത്തും. ഓരോ ബാറിന്റെ ഹൈറ്റും പരിഗണിക്കുന്നുണ്ട്, അതേപോലെ അകലം വിഡ്ത്തും പരിഗണിക്കുന്നുണ്ട്. ഇത് 1 dimensional ഡയഗ്രാം ആണ്, ഇത് 2 dimensional ഡയഗ്രാം ആണ്. മക്കളെ ഈ ഡിഫറൻസസ് ഒന്ന് പഠിച്ച് അതിനൊക്കെ ഓപ്പോസിറ്റ് അത് ഇത് എഴുതിയാൽ മതി. ഓക്കെ,
Now ഇതിലോട്ട് ചോദിക്കാൻ draw ogives from the following ഡാറ്റയാണ് മക്കളെ. ഇത് 8 മാർക്കിന് എസ്സേക്ക് വരെ ചോദിച്ച ഒരു ചോദ്യമാണ് draw ogives. ചിലപ്പോൾ draw ogives പകരം draw cumulative frequency എന്നായിരിക്കാം. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, ഒജീവ്സിന്റെ വേറൊരു പേരാണെന്ത്? cumulative frequency. രണ്ട് ടൈപ്പ് ഉണ്ട് cumulative frequency, less than cumulative frequency and more than cumulative frequency ഉണ്ട്. ഇത് രണ്ടും എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. draw ogives, draw cumulative frequency, draw less than and more than ogive, ഇങ്ങനെയൊക്കെ ചോദിച്ചാലും ആലോചിക്കുക ഇത് സംഭവം ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? ലെസ് ദാൻ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ലെസ് ദാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏത് ലിമിറ്റ്സ് എടുക്കണം എന്നറിയോ? അപ്പർ ലിമിറ്റ്സ് എടുക്കണം. ലെസ് ദാൻ നിങ്ങൾ അത് മാത്രം ചിന്തിച്ചാൽ മതി. ലെസ് ദാൻ ഒജീവ്സ് വരയ്ക്കുമ്പോൾ നമ്മൾ ഓരോ ക്ലാസ്സിന്റെയും അപ്പർ ലിമിറ്റ്സ് എടുക്കുക. അപ്പർ ലിമിറ്റ്സ് ഞാൻ ഇവിടെ എഴുതാൻ പോവാണ്. 20, 40, 60, 80, 100 ഇതാണ് അപ്പർ ലിമിറ്റ്സ്. ഇനി ഞാൻ എന്ത് ചെയ്യണം? ഫ്രീക്വൻസീസ് ഇവിടെ കാണണം വേണ്ടേ? അപ്പൊ ഞാൻ ആദ്യത്തെ ഫ്രീക്വൻസി എത്രയാ? 5 ഞാൻ എഴുതി. ഈ 5ന്റെ കൂടെ അടുത്ത ഫ്രീക്വൻസി ആഡ് ചെയ്യുമ്പോൾ 13, 13ന്റെ കൂടെ അടുത്ത ഫ്രീക്വൻസി ആഡ് ചെയ്യുമ്പോൾ 25, 25ന്റെ കൂടെ അടുത്ത ഫ്രീക്വൻസി ആഡ് ചെയ്യുമ്പോൾ 35, 35 പ്ലസ് 5 40. നിങ്ങൾ നോക്കിയേ, ടോട്ടൽ ഫ്രീക്വൻസി കൂടി ഇവിടെ ഈക്വൽ ആവണം, അല്ലെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്തപ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. രണ്ടാമത് റീചെക്ക് ചെയ്യുക കേട്ടോ. Now comes the next one. ഏതാ? greater than അല്ലെങ്കിൽ more than. greater than. okay, greater than അല്ലെങ്കിൽ more than കണ്ടുപിടിക്കണം. okay, greater than. അപ്പൊ greater than എന്ന് പറയുമ്പോൾ ഏത് ലിമിറ്റ്സ് ആണ് എടുക്കേണ്ടത്? ലോവർ ലിമിറ്റ്സ് എടുക്കുക. അപ്പൊ ഞാൻ ലോവർ ലിമിറ്റ്സ് എടുത്തു. 0, 20, 40, 60 and 80. ഞാൻ ലോവർ ലിമിറ്റ്സ് എടുത്തു. ഇനി ഞാൻ എന്ത് ചെയ്യണം എന്നറിയോ? ഫ്രീക്വൻസീസ് ലെസ് ചെയ്യണം. അപ്പൊ ഞാൻ ആദ്യം ഇവിടെ ടോട്ടൽ ഫ്രീക്വൻസി ആയ നമ്മുടെ 40 തന്നെ അങ്ങോട്ട് എഴുതുക. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ കണ്ടുപിടിച്ച് വെച്ചോന്ന്. ഈ 40ന്ന് നമ്മുടെ ഫസ്റ്റ് ഫ്രീക്വൻസി ആയ ഏതാണ്? 5 മൈനസ് ചെയ്യുക. നോക്ക് പിള്ളേരെ, ഇതൊന്നും തുടരുത്. ലെസ് ദാനിൽ പിന്നെ തൊട്ട് കളിക്കരുത്, കാരണം അത് കഴിഞ്ഞു. ഇനി അത് നമുക്ക് വരയ്ക്കാനാണ് ആവശ്യം. ഓക്കെ, അപ്പൊ 40 എഴുതി. നമ്മുടെ ഫസ്റ്റ് ഫ്രീക്വൻസി മൈനസ് ചെയ്യുമ്പോൾ 35 ആയി. 35 8 പോയി കഴിഞ്ഞാൽ എത്രയാണ്? 27. 27 12 പോയി കഴിഞ്ഞാൽ എത്രയാണ്? 15. 15 10 പോയി കഴിഞ്ഞാൽ എത്രയാണ്? 5. ഈ 5 അടുത്ത ഫ്രീക്വൻസി മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് കിട്ടണം? 0 കിട്ടണം. കിട്ടിയില്ലെങ്കിലും നിങ്ങളുടെ ഉത്തരം എന്താണ്? തെറ്റാണ്. 0 എഴുതണമെന്നില്ല കേട്ടോ. ഓക്കെ, ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? വരയ്ക്കുന്നത്. സീ ദിസ്, നമ്മൾ വരയ്ക്കാൻ പോവാണ്. ഇവിടെയാണ് നമ്മൾ ഫ്രീക്വൻസി മാർക്ക് ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മൾ എന്ത് മാർക്ക് ചെയ്യുക? ക്ലാസ് മാർക്ക് ചെയ്യുക. ക്ലാസ് ഏതാ മക്കളെ? 0, 20, 40, 60, 80, 100 അല്ലെ നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ, 0, 20, 30, 40, 80, 100. ഫ്രീക്വൻസി നമ്മൾ 40 അല്ലേ? അപ്പൊ ഞാൻ 10, 20, 30, 40 മതി. ഞാൻ ആദ്യം വരയ്ക്കാൻ പോകുന്നത് ഈ ലെസ് ദാൻ ഒജീവ്സ് ആണ്. 20യുടെ നേരെ 5 മാർക്ക് ചെയ്യുക. 20യുടെ നേരെ 5 മാർക്ക് ചെയ്തു. അടുത്തത് 40യുടെ നേരെ 13 മാർക്ക് ചെയ്യുക. 40യുടെ നേരെ 13 കുറച്ച് മുകളിലേക്ക് കയറ്റി പിടിക്കുക. ഓക്കെ, 60 25ലേക്ക് പോട്ടെ. 60 നേരെ കയറി 25 മിഡിൽ. ഓക്കെ, കുത്തിക്കോ. അടുത്ത് 80 എങ്ങോട്ട് പോകണം? 35ലേക്ക്. അപ്പൊ 80 ഞാൻ കയറ്റി 35. 100 എങ്ങോട്ട് പോകണം? 40ലേക്ക് പോകണം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുക? ഇതിങ്ങനെ ജോയിൻ ചെയ്യുക. എന്നിട്ട് അപ്പം തന്നെ അവിടെ കൊടുത്തേക്കുക ലെസ് ദാൻ. കണ്ടോ? ഇനി ഞാൻ ഏതാ വരയ്ക്കാൻ പോകുന്നത്? ഇനി ഞാൻ വരയ്ക്കാൻ പോകുന്നത് ഗ്രേറ്റർ ദാൻ ഒജീവ്സ് ആണ് വരയ്ക്കാൻ പോകുന്നത്. 0 40ലേക്ക്, 0 40ലേക്ക്, 20 35ലേക്ക്, 20 കയറ്റി 35ലേക്ക്, 40 ഏതിലേക്ക് പോകണം? 27. 40 കയറി 27. ഓക്കെ, 60 ഏതിലേക്ക് പോകണം? 15. ഓക്കെ, അയ്യോ 60 ഏതിലേക്ക് പോകണം? 15 പകുതി. ഓക്കെ, 15 എന്താണിത്? വാ അജ ഓ മൈ ഗോഡ്, വന്നു. ഓക്കെ, 15 അല്ല 60 ഏതിലേക്കാണ് പോകേണ്ടത്? 15ലേക്ക്. 60 15 മിഡിൽ. ഓക്കെ, 80 ഏതിലേക്ക് പോകണം? 5ലേക്ക് പോകണം. ദേ വരച്ചോളൂ. ടാങ് 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 ടാങ്. ഇതാണ് നമ്മുടെ എന്ത്? മോർ ദാൻ, അല്ലെങ്കിൽ അതിനെന്ത് പറയും? ഗ്രേറ്റർ ദാൻ. ഓക്കെ, ഗ്രേറ്റർ ദാൻ. ഇനി ഈ ഒജീവ്സ് നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി ഈ ഒജീവ്സ് വെച്ചുകൊണ്ട് നമുക്ക് എന്തിന്റെ വാല്യൂ കണ്ടുപിടിക്കാന്ന് അറിയാം മക്കളെ? വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് മീഡിയൻ. ഹിസ്റ്റോഗ്രാം വെച്ചുകൊണ്ട് നമ്മൾ കണ്ടുപിടിച്ചത് മോഡാണെങ്കിൽ, ഒജീവ്സ് വെച്ചുകൊണ്ട് നമുക്ക് എന്തിന്റെ വാല്യൂ കണ്ടുപിടിക്കാം? മീഡിയൻ കണ്ടുപിടിക്കാം. എങ്ങനെയാ കണ്ടുപിടിക്കുക എന്നറിയോ?
കണ്ടുപിടിക്കണമെങ്കിൽ ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടൂലേ, അതൊന്ന് നേരെ നമ്മൾ എക്സ് ആക്സിസിലേക്ക് ഒരു വര വരയ്ക്കുക. ഇവിടെ കിട്ടുന്ന വാല്യൂ ആണ് എന്ത് മക്കളെ? മീഡിയൻ. ഇതിപ്പോ ഏതാണ്ട് എത്രയാ? 14 16 നടുക്കല്ലേ? അപ്പൊ മീഡിയന്റെ വാല്യൂ എന്തായിരിക്കും? 50. അറൗണ്ടേ നമുക്ക് പറ്റുള്ളൂ കേട്ടോ. 50 ആണ് മീഡിയൻ. അപ്പോൾ ഒജീസ് വെച്ചുകൊണ്ട് നമുക്ക് എന്തിന്റെ വാല്യൂ കണ്ടുപിടിക്കാം? മീഡിയൻ കാണാം. ഒരു 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങളോട് ക്വസ്റ്റ്യൻ ഡ്രോ ഒജീവ്സ് ആൻഡ് ലൊക്കേറ്റ് മീഡിയൻ എന്നായിരിക്കും. എന്തായിരിക്കും? ലൊക്കേറ്റ് മീഡിയൻ എന്നായിരിക്കും. ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഗ്രാഫിക്കലി ലൊക്കേറ്റ് മീഡിയൻ എന്നായിരിക്കും. അങ്ങനെ ഒരു സംഭവം ചിലപ്പോൾ ചോദിക്കാറുണ്ട് കേട്ടോ. അതായത് ഗ്രാഫിക്കലി ലൊക്കേറ്റ് മീഡിയൻ. അങ്ങനെ വരുമ്പം നിങ്ങൾ ചിന്തിക്കണം, നമ്മൾ ഗ്രാഫിക്കലി ലൊക്കേറ്റ് മീഡിയൻ എന്ന് പറയുമ്പം നമ്മൾ അവിടെ എന്താ വരയ്ക്കേണ്ടത്? ഒജീവ്സ് ആണ് വരയ്ക്കേണ്ടത്. ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചേ ഉള്ളൂ. അപ്പൊ ഗ്രാഫ് വരയ്ക്കണം, അപ്പൊ ഒജീവ്സ് ആണ് വരയ്ക്കേണ്ടത്. ഒജീവ്സ് വെച്ചുകൊണ്ടല്ലേ നമ്മൾ മീഡിയൻ ലൊക്കേറ്റ് ചെയ്യുക. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഒന്ന് കറക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പക്ഷെ എന്ത് വന്നാലും ഒജീവ്സ് അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അല്ലെങ്കിൽ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പൊ നമ്മുടെ ഈ പ്രസന്റേഷൻ ഓഫ് ഡാറ്റയിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ.